സർ, നമുക്കിപ്പോൾ ഈ സാധനങ്ങളൊക്കെ ആവശ്യത്തിന് ആയോ, ഇനി ആവശ്യമുണ്ടോ, എന്താണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ? നമ്മളിപ്പോൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ വയനാടായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടുന്ന മുറയ്ക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന വസ്തുക്കൾ നമ്മൾ എന്തായാലും അയക്കുകയാണ്. ഇന്നലെ മുതൽ രാത്രി നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ റിക്വയർമെൻറ്റ് ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാ ജില്ലകളിൽ നിന്നും അവിടെ കളക്ഷൻ നടക്കുന്നുണ്ട്. കൂടുതൽ റിക്വയർമെൻറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ മാക്സിമം ആളുകൾ ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ട്, അതിൽ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. കൂടുതലായിട്ട് നമ്മളൊന്നും ആവശ്യപ്പെടുന്നില്ല ഈ സമയത്ത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനയാണ് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് അല്ലേ? ആ ഒരു റിക്വയർമെൻറ്റാണ് നമുക്ക് അറിയിച്ചിട്ടുള്ളത്. കാരണം ഫീൽഡിലുള്ള റിക്വയർമെൻറ്റ് അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിനാണ് അറിയുന്നത്. അപ്പോൾ അവർക്ക് സഹായം എത്തിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് CMDRFിലേക്കുള്ള ഡൊണേഷനാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലടക്കം ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപയോഗിച്ചിട്ട് അവിടേക്കുള്ള ഡൊണേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. അങ്ങോട്ടേക്കുള്ള യാത്ര, അതോടൊപ്പം തന്നെ മറ്റ് പല കാര്യങ്ങളും ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. മൈസൂരിലേക്കുള്ള യാത്ര ഉൾപ്പെടെ, വയനാട്ടിലേക്കുള്ള യാത്ര ഉൾപ്പെടെ ഒഴിവാക്കണമെന്ന്. അത്തരം കാര്യങ്ങളൊക്കെ എന്താണ് പറയാൻ? വയനാട് ത്രൂ ഉള്ള യാത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. കാരണം ഇപ്പോഴും വളരെ അൺസ്റ്റേബിളായിട്ട് നിൽക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. അതുമാത്രമല്ല അവിടേക്ക് പോകുന്ന പല റോഡുകളും നമ്മൾ റിലീഫ് മെറ്റീരിയലും റെസ്ക്യൂ ടീംസും എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്ന റോഡാണ്. അപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാതെയും അവിടെയുള്ള കൺജഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം വയനാട് ഒഴിവാക്കുക. എമർജൻസി സിറ്റുവേഷൻസിന് മാത്രം അവിടേക്ക് യാത്ര പെർമിറ്റ് ചെയ്യാനാണ് നമ്മളിപ്പോൾ തീരുമാനം എടുത്തിട്ടുള്ളത്. നമ്മുടെ ജില്ലയുടെ ഒരു സ്ഥിതി എന്താണ്, ഒടുവിലത്തെ ഒരു വിലയിരുത്തൽ? അപ്പോൾ പൊതുവേ മഴ കുറഞ്ഞ് വരുവാണ്. നമ്മൾ ക്യാമ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, 13 ക്യാമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാതെയും കുറേ ആളുകൾ റിലേറ്റീവ്സിൻ്റെ വീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. ഇന്നും നാളെയായിട്ട് മഴ കുറയുന്ന മുറയ്ക്ക് എല്ലാവരും തിരിച്ചു വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് വലിയ നാശനഷ്ടങ്ങൾ അധികം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ അസസ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന മുറയ്ക്ക് അതിൻ്റെ കോമ്പൻസേഷൻ അടക്കമുള്ള കാര്യങ്ങൾ റിലീസ് ചെയ്യും.